അതിപ്പോൾ ജനങ്ങൾ വിലയിരുത്തുമല്ലോ അത്തരം കാര്യങ്ങളൊക്കെ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യക്തിപരമായ ഗുസ്തി മത്സരമല്ല, ബോക്സിംഗ് കോമ്പറ്റീഷനല്ല. അത് ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ടാണ് ഞങ്ങൾ ഇടതുപക്ഷം പൊതുവെ അതിനെ കാണുന്നത്. ജനങ്ങളും അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ ജനങ്ങളെല്ലാവരും സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി അടുപ്പവും ബന്ധവും വെച്ച് മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യില്ലല്ലോ. അതിൽ വലിയൊരു ശതമാനം ആശയപരമായി LDF ആണെങ്കിൽ LDF ഉയർത്തുന്ന ആശയം, മുദ്രാവാക്യം അതിനെ പിന്തുണക്കുന്നു. UDF ആണെങ്കിൽ അതിനെ പിന്തുണക്കുന്നു. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ അതിനെ പിന്തുണക്കുന്നു. അങ്ങനെയാണല്ലോ. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ഫ്ലോട്ടിംഗ് വോട്ട് ഉണ്ടാവും. അതാണ് സ്ഥാനാർത്ഥികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യക്തിപരമായ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷനായി നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ജനങ്ങളും വോട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണല്ലോ. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കും, രാഷ്ട്രീയ വിഷയങ്ങൾ, വികസനം, ഇതൊക്കെ കണക്കാക്കിയിട്ടാണല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യുക. പിന്നെ ആരായിരിക്കും ജനപ്രതിനിധി ആകേണ്ടത്, അതിന് പറ്റുന്നതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യുക. UDF നിസ്വാർത്ഥമായി ഇപ്പോൾ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ചവരുണ്ട്, നിസ്വാർത്ഥമായി. ചിലപ്പോൾ LDF സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു നെഗറ്റീവ് ഉണ്ടാവില്ല, പക്ഷേ UDF ഉയർത്തുന്ന ആശയത്തോട് യോജിപ്പുള്ളത് കൊണ്ട് ബേപ്പൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കാൻ വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ചവരുണ്ട്. അവർ പോലും സ്വീകരിക്കില്ല ഇത്തരം പ്രസ്താവനകൾ. അപ്പോൾ അതിന് വെറുതെ നമ്മൾ മറുപടി പറഞ്ഞ് സമയം കളയേണ്ടതില്ല. പിന്നെ ഓരോരുത്തർ ഉയർത്തിയ കാര്യങ്ങൾ അത് ജനങ്ങൾ വിധി എഴുതും. ആ നിയോജക മണ്ഡലത്തിൽ ഓരോരുത്തർ ഉയർത്തിയ കാര്യങ്ങൾ ജനങ്ങളെങ്ങനെ സ്വീകരിക്കുമെന്നുള്ളത് 4-ാം തീയതി നമുക്ക് കാണാം. അല്ല, അത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാൻ കിട്ടുന്ന വോട്ടാണ് പറഞ്ഞത്. ഭൂരിപക്ഷം ഞാൻ തുടക്കത്തിലും പറഞ്ഞിട്ടില്ല. കിട്ടുന്ന വോട്ട് 2021 ആ നിയോജക മണ്ഡലം ഉണ്ടായതിനു ശേഷം സർവകാല റെക്കോർഡ് വോട്ടാണ് LDF കിട്ടിയത്. 82,000. അവിടെ ഒരു മുന്നണിക്കും കിട്ടാത്ത വോട്ടാണ്. ആ 82,000 മറികടക്കും. ഞാൻ എൻ്റെ കാര്യമല്ലേ പറയേണ്ടത്. കിട്ടുന്ന വോട്ട് 82,000-നേക്കാൾ കൂടുതൽ വോട്ട് കിട്ടും. മറ്റുള്ള കാര്യമൊക്കെ പിന്നെ വരേണ്ട കാര്യമാണല്ലോ. അതിപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു കാര്യങ്ങൾ പരിശോധിച്ചാൽ വോട്ട് കൂടുന്നുള്ള വസ്തുതയാണല്ലോ. ഞാൻ 5 കൊല്ലം അവിടുത്തെ MLA ആണല്ലോ. അവിടുത്തെ നാട്ടിലെ ജനങ്ങൾ എന്താ ചിന്തിക്കുന്നത് എനിക്കും അറിയാം, ഞാനെന്താണെന്ന് അവർക്കും അറിയാലോ. നമുക്ക് കൃത്യമായി അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അതിപ്പോൾ ഇപ്പോൾ പറയണ്ട. 4-ാം തീയതി വോട്ട് എണ്ണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്നും ഞാനിപ്പോൾ അതിലേക്കൊന്നും വെറുതെ ഞാൻ തുടക്കത്തിലും പോയിട്ടില്ല, ഇങ്ങോട്ട് പോകാനും ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തിയോടുള്ള ശത്രുത വെച്ച് പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കർമ്മമായി എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഇനി ഭാവിയിലോട്ട് അതിനോട്ട് താല്പര്യവുമില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു ആശയത്തെ മുൻനിർത്തി നടത്തുന്ന പ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഒരു 4 ആൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് ഇല്ലാതാക്കാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. എൻ്റെ വാക്കും എൻ്റെ കർമ്മവും 4 പേർ കൂടുതലായി ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ പ്രസ്ഥാനത്തിലേക്ക് വരണം എന്നാഗ്രഹിച്ച് പ്രവർത്തിക്കുന്നയാളാണ്. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഒരു മന്ത്രി എന്ന നിലയിൽ ഒരുപാട് ദിവസം തുരങ്കപാത LH പാതമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ താങ്കൾ നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷങ്ങളിൽ. ഒരു ദിവസം മാത്രമാണ്. എന്താണ് ജനങ്ങളോട് താങ്കൾക്ക് പറയാം? അല്ല, അങ്ങനെ എല്ലാവരും ഒന്നും വ്യക്തിഹത്യ നടത്തിയവരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. UDF ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയിലില്ലാത്തവരായാലും ഇനി ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും മഹാഭൂരിപക്ഷവും പ്രവർത്തനത്തെ വിലയിരുത്തിയിട്ടുണ്ട്. മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓരോരുത്തരും എന്താണെന്ന് നാടിനറിയാം, നാടിന് നന്നായിട്ട് അറിയാം. ഓരോരുത്തർ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, എന്നാണ് നടത്താൻ ആരംഭിച്ചതെന്നൊക്കെ ജനങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ പിന്നെ പറയുമ്പോൾ ചിലർക്കൊരു സുഖം കിട്ടും,
അതിൻ്റെ വായൊരു സുഖം കിട്ടുന്നവർ കിട്ടട്ടെ. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപം അത് തീർച്ചയായിട്ടും ഏത് രംഗത്തുള്ളവർ, ഇപ്പോൾ നിങ്ങളായാലും നിങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിച്ച ഒരു മാനസിക പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് ഒറ്റയ്ക്കല്ല, സമൂഹത്തിലാകെട്ട് അലക്കുമ്പോൾ നമുക്ക് മനുഷ്യനാണ്, മാനസിക പ്രയാസം ഉണ്ടായേക്കാം. എന്നാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഒരു CPIM പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിമർശനത്തിൻ്റെയും പിന്നിലുള്ള രാഷ്ട്രീയത്തെ തിരിച്ചറിയും. വ്യക്തി അധിക്ഷേപം തുടർച്ചയായി ഇങ്ങനെ ഒരു നിർത്താതെ അങ്ങനെ വരുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ മനസ്സിലാക്കാനും വൈകാരികമായി പ്രതികരിക്കാതെ വൈകാരികതയ്ക്ക് മുകളിൽ രാഷ്ട്രീയ ബോധത്തെ നിർത്തി ഇടപെടാനും സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെങ്ങനെ എടുക്കുന്നുള്ളൂ, ഇത്തരം വിമർശനങ്ങൾ ഉയർത്തുന്ന മൈനോറിറ്റിയായി വരുന്ന വ്യക്തിഹത്യ നടത്തുന്നവരുടെ പിന്നിൽ ചില താല്പര്യങ്ങളുണ്ടാകാം. ആ താല്പര്യങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തെ തിരിച്ചറിഞ്ഞ് അതിനു മുകളിൽ വൈകാരികമായി നാം മാറാതെ അതിനു മുകളിൽ രാഷ്ട്രീയ ബോധത്തോടു കൂടി, രാഷ്ട്രീയ ബോധം വൈകാരികതയെ പരാജയപ്പെടുത്തി മുന്നേറാനുള്ള ഇടപെടലാണ് എപ്പോഴും മനസ്സ് നടത്തിയിട്ടുള്ളത്. അത് ഇനിയും തുടരും. ഒക്കെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് 4-ാം തീയതി കാണാമല്ലോ. ബാക്കി മതിയില്ല, ഇനി നമുക്ക് സമയമുണ്ടല്ലോ. ഇപ്പോൾ ബാക്കി ഇത്രയും നമുക്ക് ഇനി ഉണ്ട്, കാണാം, സംസാരിക്കാം.